അഥവാ നമ്മൾ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ജിന്നിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറയുന്നു, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. ഞാൻ ഈ ഉള്ള ആളിലെ മണ്ണിൽ വെച്ചുകൊണ്ട് വളരെ വിനയത്തോടുകൂടി സധൈര്യം ഈ പറയുന്ന മുസ്ലിയാരോട് ചോദിക്കുന്നു, എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ഒരു തെളിവിന്റെ കഷ്ടമെങ്കിലും നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കുമോ? നിങ്ങൾ പറയുന്ന ദീന് പടച്ചവന് വേണ്ടിയുള്ളതാണെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാനാണ് നിങ്ങൾ ഈ വാല് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഈ ഉള്ള ആളിൽ വന്നുകൊണ്ട് തെളിയിക്കാൻ. അല്ല, ഞങ്ങള് സ്വർഗം കിട്ടാൻ ഞങ്ങൾ മുശ്രിക്കീങ്ങളല്ലേ? നമ്മളൊക്കെ മുശ്രിക്കീങ്ങളല്ലേ? എന്നാ കേൾപ്പിക്കാം. എവിടെയാണ് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? ജിന്നിനെ വിളിക്കാമെന്ന് പറഞ്ഞത്? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് കൂട്ടരെ? അല്ലെ, നിങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ ഒരു ഗണ്ണന പ്രസംഗം നടത്താനും സുന്നികൾക്ക് വിരുദ്ധമായി പ്രസംഗിക്കാൻ മൗലികമായ വല്ല അവകാശം ജിന്നൂരികളെ, ജിന്നു പൂജാരികളെ നിങ്ങൾക്ക് അവകാശമുണ്ടോ? എന്താ അവകാശമുള്ളത്? നിങ്ങൾ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. ഏത് കിതാബ് നോക്കിയിട്ടാ? നിങ്ങളെ ഷൗക്കാനി എന്ന് പറയുന്ന ഉപ്പാപ്പ പഠിപ്പിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഈ തുഹഫത്തുൽ ദാക്കിരി നോക്കിയിട്ടല്ലേ പറഞ്ഞത്? അപ്പോ നമ്മുടെ ഇമാമികൾ പറഞ്ഞു, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഔലിയാക്കളെ വിളിക്കാം. നിങ്ങളെ നേതാവ് ഷൗക്കാനി പറഞ്ഞു ജിന്നുകളെ വിളിക്കാം. നിങ്ങളെ നേതാവ് പറഞ്ഞതനുസരിച്ച് ജിന്നിനെ വിളിക്കുന്നു. നമ്മൾ മഹാന്മാരായ ഇമ്മത്തെ പഠിപ്പിച്ചതനുസരിച്ച് ഔലിയാക്കളെ വിളിക്കുന്നു. പിന്നെ എന്ത് അവകാശം നിങ്ങൾക്ക് ഞങ്ങളെ എതിർക്കാൻ? സുന്നികളെ വിരോധിക്കാൻ വല്ല മൗലികമായ അവകാശമുണ്ടോ ജിന്നൂരികളെ? നിങ്ങൾ എന്തിനാണ് കേരളത്തിന് ഇവിടെ വണ്ടി കയറിയിട്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് എന്ത് തൗഹീദാ ഉള്ളത്? ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന നിങ്ങൾ. ഇനി അതും പോരെ, നിങ്ങൾ എഴുതിയത് പുസ്തകത്തിൽ എഴുതി കേൾപ്പിക്കണോ? ഇതാ നിങ്ങൾ എഴുതിയതാണ്. ജിന്നിനെ വിളിക്കാമോ? ജബ്ബാർ മൗലവിന്റെ ലേഖനാണ്, മറന്നിട്ടില്ലല്ലോ നിങ്ങൾ. 2007 ഏപ്രിൽ മാസത്തിൽ എഴുതിയ ലേഖനം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുന്നിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? അതാണ് ഇസ്തിഗാസ. സഹായിക്കാമോ? ജിന്നെ സഹായിക്കാമോ? ഒരു വെളിച്ചം തരാമോ? ജിന്നിനോട് ചോദിക്ക, ലൈറ്റ് തരാമോ? ഇരുട്ടാണ്, ഞങ്ങൾക്കൊരു വെളിച്ചം തരുവോ എന്നിന് ജിന്നിനെ വിളിച്ചാൽ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. കണ്ടോ, എവിടെ പറഞ്ഞിരുന്നാ ഇവിടെ വന്നിട്ട് വെല്ലുവിളിക്കുക? സധൈര്യം വെല്ലുവിളിക്കുക. സധൈര്യം വെല്ലുവിളി. വെല്ലുവിളിയല്ല, ബെല്ലടിയാണ്. ഞങ്ങൾ സഹായം തേടിയാൽ വിളിച്ചു പ്രാർത്ഥന. ഇവള് വിളിച്ചു തേടിയാലോ അത് പ്രാർത്ഥനയല്ല, അത് ചക്കര, ഇത് കോപ്പര അല്ലേ? അപ്പോ എന്താണ് ജിന്നിനെ വിളിക്കുന്നത്? അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാലോ അത് പ്രാർത്ഥനയാകുമോ? ഇല്ല. ഇവിടെ ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്നുണ്ടാവാം, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഭൗതികമായ രൂപത്തിൽ തന്നെ എന്നെ സഹായിക്കാൻ അവർക്ക് കഴിയും എന്ന വിശ്വാസത്തിലുള്ള വിളിയാണ്, പ്രാർത്ഥനയല്ല. കണ്ടോ, അയാള് വെല്ലുവിളിച്ചു പോയതാ ഉള്ള ആളത്ത്. എന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇനി മതിയാകുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം തരാം.